ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ജയറാം, കാളിദാസ് ജയറാം, ഇഷാനി കൃഷ്ണ, ആശാ ശരത് എന്നിവരെയൊക്കെ പ്രധാന വേഷത്തിലാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത പുതിയ മലയാള ചലച്ചിത്രമാണ് ആശകൾ ആയിരം. ജി പ്രജിത്ത് നിങ്ങൾക്കറിയാം, ഒരു വടക്കൻ സെൽഫിയൊക്കെ ഡയറക്റ്റ് ചെയ്തത് പുള്ളിയാണ്. ആൻഡ് ഈ സിനിമയിൽ റൈറ്റേഴ്സായിട്ട് വരുമ്പോൾ ജൂഡ് ആന്റണി ജോസഫും അരവിന്ദ് രാജേന്ദ്രനുമാണ് വരുന്നത്. ജൂഡ് ആന്റണിയും നിങ്ങൾക്കറിയാം, 2018 എന്ന സിനിമ ഓം ശാന്തി ഓം ശാന എന്ന നിവിൻ പോളിയുടെ ചിത്രമൊക്കെ ഡയറക്റ്റ് ചെയ്തതും പുള്ളിയാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷാജി കുമാറാണ്. നിങ്ങൾക്കറിയാം, തുടരും, ഒറ്റക്കൊമ്പൻ എന്നീ സിനിമയിലൊക്കെ ഷാജി കുമാറാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഷറഫുദ്ദീനും രമേശ് പിഷാരടിയൊക്കെ ചെറിയ റോളിൽ വന്നു പോകുന്നുമുണ്ട്. ഇതൊരു ക്ലീൻ ഫാമിലി വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഒരു നല്ലൊരു ഫാമിലി ഡ്രാമ, ഫുൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതായത് ജയറാമേട്ടൻ്റെ ആ ഒരു ഫീൽ ഗുഡ് മൊമെന്റ്സ് ഉണ്ടല്ലോ, ഒരു പഴയ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ കണ്ടതുപോലത്തെ അതേ ഒരു സെയിം വൈബ് പിടിച്ചിട്ടുള്ള അതേ ഒരു ഫാമിലി ഫുൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫാമിലി ഓറിയൻറ്റഡ് പടമാണ് ആശകൾ ആയിരം. ജയറാമേട്ടനും കാളിദാസ് ജയറാമും ഒരുമിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ വരുന്നു. ജയറാമും കുറേ കാലത്തിന് ശേഷം മലയാളത്തിലേക്ക് വരുന്നു. അവരുടെ ആ കോംബോ തന്നെ ഒരു നന്നായിട്ടൊരു ഫ്രഷ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാനും അവരുടെ തമാശകളും യഥാർത്ഥത്തിലും അവർ അച്ഛനും മകനും കൂടെ ആയതുകൊണ്ടാവും കുറച്ചുകൂടെ ആ കെമിസ്ട്രിയും ഒരു നല്ല ഒരു ഡെപ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള എല്ലാവർക്കും കണ്ടിരിക്കാനുള്ള ഒരു കിടിലൻ ഫാമിലി ഒരു നല്ലൊരു പടം തന്നെയാണ് ആശകളായിരം. മറ്റുള്ളവരും, അതായത് ആശാ ശരത്തായാലും ഇഷാനി കൃഷ്ണ ആയാലും എല്ലാവരും നല്ലപോലെ തന്നെ അവരുടേതായ സ്ഥാനങ്ങളൊക്കെ നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഷറഫുദ്ദീൻ ഇതിൽ വരുന്ന ഒരു ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ നേരത്തെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ ഒന്ന് പൊലിപ്പിക്കാമായിരുന്നു. എന്നിരുന്നാലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ രമേശ് പിഷാരടി ഒരു ചെറിയ സീനിലൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമാ മോഹവുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് കടന്നു പോകുന്ന ഒരു റിയൽ ലൈഫ് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ചെറിയ ക്യാരക്ടേഴ്സൊക്കെ വന്ന് അങ്ങനെ ഒരു സിനിമയാണ് ആശകളായിരത്തിലേക്ക് വരുന്നത്. ആൻഡ് അഖിൽ എന്നാർഡി, നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് ക്രിയേറ്റർ അഖിൽ എന്നാർഡിയും ഈ സിനിമയിൽ എത്തുന്നുണ്ട്. ഒരു ഫ്രണ്ട് ക്യാരക്ടറായിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം അവരൊക്കെ എപ്പോഴും ക്യാമറാസിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അവർക്കൊക്കെ അതൊക്കെ ഒന്ന് അഡാപ്റ്റായി വന്നായി. അതുകൊണ്ട് അവർക്ക് വിഷയങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ ഒരു വടക്കൻ സെൽഫി പ്രതീക്ഷിച്ചൊന്നും നിങ്ങൾ പോകരുത്. കാരണം ജി പ്രജിത്തിന്റെ സിനിമയാണിത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചൊന്നും പോകരുത്. ഇതൊരു പക്ക നോർമൽ ഫീൽ ഗുഡ് ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ഒരു സർവമായ വൈബൊക്കെ അടിച്ച് ആ ഒരു തമാശയൊക്കെ ചെയ്ത്, പിന്നെ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ആ തമാശയും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അധികം ഇല്ല. പക്ഷെ എന്നിരുന്നാലും വേണമെന്ന് തോന്നിപ്പോയി. കാരണം കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെന്ന് തോന്നിപ്പോയി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇമോഷണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ചെറിയ രീതിയിൽ ആ ഒരു സീൻസിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നി. അതായത് നിന്ന സ്ഥലത്ത് തന്നെ കിടന്ന് ഉരുളുന്നുണ്ട്. കുറേ നേരം അവിടെ തന്നെ ആ സീൻസ് ഇങ്ങനെ വലിച്ചിഴക്കുന്നുണ്ട്. അപ്പോൾ ആ സീൻസ് അത് കുറച്ച് വെട്ടി മാറ്റി അല്ലെങ്കിൽ ആ സീൻസിനെ പെട്ടെന്ന് ഓടിച്ചുള്ള ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് പടം ഫ്ലോ ആയിട്ട് പോയി. ഇപ്പോഴും ഫ്ലോയ്ക്ക് ഒരു കുറ്റമോ അല്ലെങ്കിൽ മാറ്റമോ വന്നിട്ടില്ല. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കാണാൻ നല്ലൊരു സമാധാനമായിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുക. കൊച്ചു തമാശകളും ലൈറ്റ് ഹാർട്ടഡ് മൊമെന്റ്സും ഉള്ള ഒരു നല്ലൊരു സിനിമ തന്നെയാണ് ആശകൾ ആയിരം. ആൻഡ് അവരുടെ ഒരു കോംബോ, ജയറാമേട്ടൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫീൽ ഗുഡ് സാധനങ്ങളൊക്കെ വരുമ്പോൾ ജയറാമേട്ടൻ്റെ ഒക്കെ ഒരു പ്രൈം ടൈം വരും. ഇതിൽ ആ പ്രൈം ടൈം വന്നിട്ടില്ല. എന്നിരുന്നാലും ആ ഒരു ജയറാമേട്ടനൊക്കെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജയറാമേട്ടനൊക്കെ അത് പറ്റും. കാരണം സത്യനന്ദികാട് പടങ്ങളിലും പഴയ അതുപോലത്തെ ഫീൽ ഗുഡ് മൂവീസിലൊക്കെ ജയറാമേട്ടനൊക്കെ ചെയ്തു വെച്ചാൽ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ജയറാമേട്ടൻ ഇതുപോലത്തെ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ അതായത് പുള്ളിക്ക് ഇത് ഒരു എന്താ പറയുക, ഒരു ചുമ്മാ ടൈലർ മെയ്ഡ് റോളാണ്. അതായത് പുള്ളിക്ക് ഇത് ചുമ്മാ ചെയ്ത് വിടാൻ പറ്റും സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ കാളിദാസ് ജയറാമും വരുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, ഹ്യൂമർ, ഫണ്ണ്, പിന്നെ അവർ തമ്മിൽ ആ ഇമോഷൻസും കണക്റ്റ് ആവുന്നുണ്ട്. ഈ ജീവിതത്തിന് വേണ്ടി അങ്ങനെ കുറച്ച് ചെറിയൊരു സോഷ്യൽ മെസ്സേജ് ആയിട്ടുള്ള മെസ്സേജുകളും പടത്തിലുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ്, ഒരു ഫാമിലി ഡ്രാമ തന്നെയാണ് ആശകൾ ആയിരം.
അപ്പോൾ നിങ്ങൾ ജയറാമേട്ടനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിഷാനി കൃഷ്ണയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആശാ ശരത് ആസ് ഓൾവേസ് ആൻഡ് വന്നവരും നിന്നവരൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഒരു നല്ലൊരു പടമുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടം തന്നെ. ഒരു ഫാമിലി മൂവിയാണ്. ഫാമിലീസൊക്കെ ആയിട്ട് പോയാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും.